മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട വികാരിച്ച ജനാധ്യക്ഷന്മാരെ, വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉന്മായ സഹോദരങ്ങളെ, സമർപ്പിതരെ, പരിശുദ്ധമുള്ള മറ്റ് സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ഇടവകയിൽ ഇന്ന് ഒരു ഇരട്ട പട്ടം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ആഘോഷപൂർവ്വം കൊണ്ടാടുകയാണല്ലോ. നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ രൂപതയ്ക്കും ദൈവം തന്ന ഏറ്റവും വലിയ വരദാനമായിട്ട് ഈ വലിയ സംഭവത്തെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. വേദപുസ്തകത്തില് ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോഴും ഈശോയുടെ ശിഷ്യന്മാരെ പോലെ പ്രവർത്തിച്ചവരുമൊക്കെ ഇരട്ടകളായിട്ട് വർദ്ധിക്കുന്നവര്, കൂടുതൽ പ്രാധാന്യമുള്ളവരും സുവിശേഷ പ്രഘോഷണത്തില് മുൻപിൽ നിന്നവരുമായിട്ട് നമുക്ക് കാണാം. ഉദാഹരണമായിട്ട് ശീമോനും അന്ത്രയോസും യാക്കോബും യോഹന്നാനും എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാര്, രണ്ട് സ്ത്രീകളായ മത്തായിയും മറിയവും, രണ്ട് കള്ളന്മാര്, അങ്ങനെ രണ്ട് എന്ന കാര്യത്തിൽ സുവിശേഷം വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ രണ്ടു പേരായിട്ട് ഈശോ എപ്പോഴും അവരെ വിളിക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ ജീവിക്കുന്നവരുമായിട്ട് കൂടുതൽ സൗഹൃദം ഈശോ പുലർത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ആ സന്തോഷത്തിലാണ് നാം എല്ലാം. ശീമോനെയും അന്ത്രയോസിനെയും വിളിച്ചതുപോലെ, യാക്കോബിനെയും യോഹന്നാനെയും വിളിച്ചതുപോലെ, ഇന്ന് നമ്മുടെ കർത്താവ് കുര്യാക്കോസിനെയും ജോസഫിനെയും വിളിച്ചിരിക്കുകയാണ്. ഇരട്ട പട്ടം, രണ്ടുപേര് ഒരുമിച്ച് പട്ടം വാങ്ങിക്കാൻ സാധിക്കുന്നത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. ഞാനും അങ്ങനെ പട്ടം വാങ്ങിച്ചുള്ള ഒരാളാണ്. എൻ്റെ ഇടവകക്കാരനും ഒരേ ബാച്ചിൽപ്പെട്ടവനുമായ മൈക്കിൾ മെരിക്കാട്ടച്ഛനും ഞാനും ഒന്നിച്ചാണ് പുള്ളിക്കാപ്പറമ്പിൽ പിതാവിൽ നിന്ന് തിരുപ്പട്ടം സ്വീകരിച്ചത്. അത് വലിയൊരു അനുഭവമാണ്. വൈദിക സഹോദര്യത്തിൽ നമ്മൾ കൂടുതൽ വളരുന്നതിനും നമ്മളുടെ ദൗത്യം മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടചേർന്ന് നിൽക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നതിനുമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. കർത്താവീ ശിഷ്യന്മാരെ വിളിച്ചത് അത്ഭുതകരമായ രീതിയിലാണ്. അവരവരുടെ വീടിനോട് ബന്ധപ്പെട്ട്, അവരുടെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ട്, അവരുടെ ജോലി സ്ഥലത്തോട് ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അത് കൂടുതൽ അതിശയകരമായ രീതിയിൽ അവരെല്ലാം ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ ശിഷ്യൻ എന്നതിന് മത്തേറ്റസ് എന്ന ഗ്രീക്ക് വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് ദൈവത്തെ കേൾക്കുന്നതോ വചനം പഠിക്കുന്നതോ മാത്രമല്ല, ആ കേട്ട് പഠിച്ച് ഈശോയെപ്പോലെ നമ്മളായിത്തീരുന്ന ഒരു പ്രക്രിയയാണ് മത്തേറ്റസ്. ഒരു ശിഷ്യനാകേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ അന്തരമായ അർത്ഥങ്ങളെല്ലാം ആ ദൈവശാസ്ത്ര വാക്കിൽ തന്നെ ഉറഞ്ഞ് കൂടിയിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതലുള്ള ഏതാനും തിരുവചനങ്ങളുടെ ഒരു ചെറിയ വ്യാഖ്യാനമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ ശിഷ്യന്മാരുമായിട്ട് വർത്തമാനം പറഞ്ഞ് അത്താഴമൊക്കെ കഴിച്ച് വിശ്രമിക്കാനായിട്ട് കിടന്നപ്പോൾ രാവിലെ കണ്ടുമുട്ടാം എന്ന ധാരണയിൽ ശിഷ്യന്മാരുമെല്ലാം മാറി വിശ്രമിച്ചു. നേരം വെളുത്തപ്പോൾ ഈശോയെ കാണുന്നില്ല. അത്താഴമൊക്കെ കഴിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കിടന്നതാണ്. ഈശോ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മാറി. ശിഷ്യന്മാര് പുലർച്ചയിൽ നല്ല ഉറക്കത്തിലായിരുന്നു. അവര്
ഉണർന്നു കഴിഞ്ഞപ്പോൾ ശീമോനും കൂട്ടരും അവനെ തേടി പുറപ്പെട്ടു. അതിൽ മത്തേയത്തിന്റെ ഒരു അന്തരാർത്ഥമുണ്ട്. ഈശോയെ തേടി പുറപ്പെടുന്ന ശിഷ്യന്മാർ. ഇവിടെ വലിയൊരു പറ്റം അച്ഛന്മാര് ഈ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഈശോയെ തേടി പുറപ്പെടുന്നവരാണ്. ഈശോ വീട്ടിൽ നിന്ന് മാറി കാണുന്നില്ല എന്ന് കരുതിയപ്പോൾ ഈശോയെ തേടി പുറപ്പെടുന്ന ആ പത്രോസിന്റെയും കൂട്ടത്തിലുള്ള ശിഷ്യന്മാരുടെയും ഒക്കെ ഒരു വിശദീകരണമായിട്ടാണ് ഒരു പ്രസ്ബിറ്റേറിയനും അല്ലെങ്കിൽ ഓരോ വൈദിക സമൂഹവും നീങ്ങുന്നത്. ഇങ്ങനെ തേടി പുറപ്പെട്ടു ചെന്ന ശിഷ്യന്മാര് ഈശോയെ കണ്ടപ്പോൾ അവർക്ക് വലിയ പ്രയാസമുണ്ടായി. പത്രോസ് പറഞ്ഞു, എല്ലാവരും നിന്നെ അന്വേഷിച്ചിരിക്കുകയാണ്, നീ എന്നെ പണിയായി കാണിക്കുന്നത്. എല്ലാവരും നിന്നെ അന്വേഷിച്ച് അവിടെ നോക്കി നിൽക്കുകയാണ്. ഒരു പിടി ആളുകളുണ്ട്, നിനക്ക് നല്ല ഡിമാൻഡുള്ള ഒരു സമയമാണ്. ഞങ്ങൾ ക്രമീകരിച്ചു കൊണ്ടുവന്നിരുന്ന ആ കാര്യങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഒരു പറ്റം ആള് എല്ലാവരും നിന്നെ പ്രതീക്ഷിച്ച് കാണാതെ കേൾക്കാതെ ആയിട്ട് അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ ഇപ്രകാരം ചെയ്തത്? ഇപ്പോഴെല്ലാം കേട്ടിട്ട് ഈശോ പറഞ്ഞു, നമുക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകാം. അവിടെയും നമുക്ക് പ്രസംഗിച്ചാൽ കൊള്ളാം എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അപ്പോഴേ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ച കാര്യമല്ല. വലിയ ജനസമ്മതിയുള്ള കാലം. ഇനി അച്ഛന്മാരുടെ ശതമാനത്തിന്റെ അവസരമാണ് ബാലാരതിയിൽ. ചില അച്ഛന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, 5 കൊല്ലമായെങ്കിലും എനിക്ക് വലിയ അംഗീകാരമൊക്കെയുണ്ട്, ഏതാനും വർഷങ്ങൾക്ക് തന്നാലും നല്ലതാണ്, ജനസമ്മതി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളുണ്ട്, എല്ലാവരും പറയുന്നു ഞാൻ തുടരുന്നത് നല്ലതാണ്. അങ്ങനെയുള്ളവര് ഈശോ പറഞ്ഞ ഈ തിരുവനന്തപുരം ഓർക്കുന്നത് നല്ലതാണ്. നമുക്കൊന്ന് മാറി പ്രസംഗിക്കുന്നത് നല്ലതാണ്. മറ്റു സ്ഥലത്തേക്ക് ഒന്ന് പോയി പ്രസംഗിക്കുന്നത് നല്ലതാണ്. ആ സുവിശേഷത്തിന്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ പുറത്തേക്ക് വന്നത്. നമ്മൾ POC ബൈബിളില് അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോയുടെ പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ച് കൊടുത്തിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് നീ വെളുപ്പാങ്കാലത്തേക്ക് മാറിയത്? അപ്പോൾ ഈശോ പറഞ്ഞു, എനിക്കൊന്ന് മാറി പ്രസംഗിക്കണം. ഞാൻ അതിനുവേണ്ടിയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. നമ്മളുടെ ആ വീട് വിട്ട് ഞാനൊന്ന് മാറി പുറത്തേക്ക് വന്നിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആ തിരുവചനങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ പുരോഹിതന്മാരായ നമുക്ക് വലിയൊരു സന്ദേശം അത് നൽകുന്നുണ്ട്. പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈശോയെ തേടി പുറപ്പെടുന്ന ശിഷ്യന്മാർ. അതാണ് നമ്മൾ ഈശോയുടെ ശുശ്രൂഷ ചെയ്യുന്നവരും ഈശോയുടെ കൂട്ടത്തില് തിരുവചനം പ്രഘോഷിക്കുന്നവരുമായ ആളുകളുടെ ഏറ്റവും വലിയ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പുറത്തേക്ക് പോയി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞല്ലോ, ലാംബേദൂസായിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ പ്രദേശത്തിന്റെ അതിർത്തികളിലേക്ക് നമ്മൾ പോയി പ്രസംഗിക്കണം. ഈശോ പറഞ്ഞതാണ്, ഞാൻ പുറത്തേക്ക് കൂടെ പോയി പ്രസംഗിക്കുകയാണ്. വളരെ ആവേശം എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ജനക്കൂട്ടത്തിൽ മാത്രം നിന്ന് അങ്ങനെ സുവിശേഷത്തെ ഒതുക്കി എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജനങ്ങളുടെ വികാരം മാത്രമാണ്. ഈശോ ഒരിക്കൽ പറഞ്ഞല്ലോ, എനിക്ക് ആളുകളെ അറിയാം. ഈ പറഞ്ഞ ജനവികാരത്തിന്റെയൊക്കെ കാര്യം എത്രയോ എന്ന് തന്നെയാണ് ഈശോ പറഞ്ഞത്. നമുക്ക് പുറത്തേക്ക് പോകണം, നമ്മൾ റിസ്ക് എടുക്കണം, നമ്മൾ ചാലഞ്ചസ് സ്വീകരിക്കാനായിട്ട് തയ്യാറാണ്. എതിർപ്പുകളെ നമ്മൾ സന്തോഷത്തോടെ ഏറ്റുവാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നമ്മളോട് താല്പര്യമുള്ള രംഗങ്ങളിൽ മാത്രം നമ്മൾ ഒതുങ്ങി കൂടി ചെറുതാകരുത്. പുറത്തേക്ക് പോകുവാനുള്ള ഒരവസരം
ആ തിരുവചന ഭാഗത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്, ഈശോ പ്രസംഗിച്ചും രോഗശാന്തി നൽകിയും പിശാചുക്കളെ ബഹിഷ്കരിച്ചും ഈ പറഞ്ഞ സ്ഥലത്തെല്ലാം പോയി. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പ്രസംഗിക്കുക, രോഗശാന്തി നൽകുക, പിശാചുക്കളെ ബഹിഷ്കരിക്കുക. നമ്മുടെ തിരുപ്പട്ട സ്വീകരണ സമയത്ത് ഓരോ അച്ഛനും എല്ലാ അച്ഛന്മാർക്കും പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള ആ ഒരു വലിയ ശക്തി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. പലപ്പോഴും നമ്മളത് അറിയുന്നില്ല, അറിഞ്ഞാലും അത് ഉപകാരപ്പെടുത്തുന്നില്ല. ഉപകാരപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോൾ ഭയം കൊണ്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. പരിശുദ്ധ ബെനഡിക്ട് പിതാവ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എക്സോർസിസം. അകത്തുനിന്ന് വലിച്ച് പുറത്തേക്ക് കളയുക. ഒരു വ്യക്തിയുടെ ആന്തരമായ പൈശാചിക ശക്തികളെയൊക്കെ എടുത്ത് വലിച്ച് പുറത്തേക്ക് കളയാനായിട്ട്, എക്സോർസിസം നടത്താനായിട്ട് ഭയം കൊണ്ട്, പേടി കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് വൈദികര് പിറകോട്ട് മാറുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എക്സോർസിസം ഓഫ് ഗോഡാണ്. പിശാചിനെ പുറത്താക്കുന്നതിന് പകരം ആ പൈശാചിക ശക്തിയെ നമ്മൾ പുറത്ത് ആക്കാതിരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും മാർപ്പാപ്പ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ നമ്മൾ പ്രത്യേകിക്കുകയാണ്. എക്സോർസിസം ഓഫ് ഗോഡ്. കാരണം നമ്മളവിടെ കരുത്ത് കാണിക്കുന്നില്ല, നമുക്ക് കിട്ടിയ വരം നമ്മൾ അവിടെ ഉപകാരപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് എക്സോർസിസം ഓഫ് ഗോഡ് എന്ന് മാർപ്പാപ്പ വലിയ വ്യഥയോടുകൂടി പല പ്രാവശ്യം പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അച്ഛന്മാര് ദൈവിക കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് രോഗികളുടെ മേൽ കൈവരിച്ച് അവരെ സുഖപ്പെടുത്തുന്നതിന്, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിന്, പാപമോചനം നൽകുന്നതിന്, ഇതിനെല്ലാം ഉള്ള വരങ്ങളാണ് നമുക്ക് ഈ തിരുപ്പട്ട അവസരത്തിൽ കിട്ടുന്നത്. ഈ പട്ടം ഓർഡിനേഷൻ അതൊരു ഓർഡറാണ്, ഒരു ക്രമമാണ്. നമ്മൾ ആ ക്രമം നല്ലതുപോലെ ഉപയോഗപ്പെടുത്താതിരിക്കുമ്പോൾ പിന്നെ ഉള്ളത് ഡിസ്ഓർഡറാണ്. പട്ടം ക്രമമാണ്, ഡിസോർഡർ അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തി അതിക്രമമാണ്. നമ്മൾ ചെയ്യേണ്ട രീതിയിലെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഓർഡറിന് വിരുദ്ധമായ ഡിസോർഡർ, ക്രമത്തിന് വിരുദ്ധമായ അതിക്രമങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അങ്ങനെ നമ്മുടെ ജീവിതം തകർന്നു പോകുന്നു. പിശാചിനെ കുറിച്ച് പറഞ്ഞ അവസരത്തിൽ സുവിശേഷകൻ ഉപയോഗിക്കുന്ന വാക്കും അതാണ്, ദിയ ബലയും. എവിടെ രണ്ടുപേരെ ഒന്നിച്ച് സ്നേഹത്തിൽ ജീവിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഇടയ്ക്ക്, അവന്റെ ഇടയിൽ ഒന്ന് എറിഞ്ഞു കളയാം. അതാണ് പിശാചിന്റെ വാക്കിന്റെ അർത്ഥം. അതാണ് എവിടെ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമാണോ അവരുടെ ഇടയിൽ നമുക്ക് എറിയാം. ദിയ ബലയും. അത് നമ്മൾ ഈ ക്രമം നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ, പ്രയോജനപ്പെടുത്താതിരിക്കുമ്പോൾ, രണ്ട് രീതിയിൽ നമുക്ക് ദൈവജനവുമായിട്ട് പങ്കുപറ്റാൻ സാധിക്കാതെ പോകുമ്പോൾ ഒക്കെ വരുന്ന ഒരു വിപത്താണ്. അതുകൊണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈശോയെ തേടി പോകുന്ന വൈദികരായിട്ട് നമ്മളെല്ലാവരും മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല ക്രമമുണ്ടാകും, നല്ല കൃപയുണ്ടാകും. പിശാചിക ശക്തികളെയൊക്കെ കീഴ്പ്പെടുത്തുവാനുള്ള സാധാരണമായ ദൈവവരം നമുക്കുണ്ടാകും. അതില്ലാതെ വരുമ്പോൾ പരിശുദ്ധ പിതാവ്, ഇപ്പോഴത്തെ പരിശുദ്ധ പിതാവ് പറഞ്ഞതുപോലെ സ്പിരിച്വൽ അൾഷൈമേഴ്സ് ഉള്ളവരെ പോലെ വൈദികർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മക്കേടുകൾ നമുക്ക് വരികയാണ്. കാരണം നമ്മൾ ആ ഓർമ്മയിൽ ആഴപ്പെടുന്നില്ല, ആ കൃപകൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതെല്ലാം നമ്മൾ തിരുവചനം പോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ഇരട്ട തിരുപ്പട്ട ശുശ്രൂഷ ദൈവത്തിന് മുമ്പാകെ ഏറ്റവും സ്വീകാര്യമായ ഒരു പരിശുദ്ധ കർമ്മമായിട്ട് മാറട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഡീക്കൻ റിയാക്കോസ് തകടിയിലും ഡീക്കൻ ജോസഫ് വയലിലും അവരുടെ ഇടവകയുമായിട്ട് വൈദിക സമൂഹവുമായിട്ട് ഇതിനോടൊക്കെ
നല്ലതുപോലെ ബന്ധപ്പെട്ട് നല്ല പരിചയം നേടിയിട്ടുള്ള 2 ശുമാശന്മാരാണ്. അവരുടെ മാതാപിതാക്കൾ, വലിയ മാതാപിതാക്കളൊക്കെ ഈ പൗരോഹിത്യ സ്വീകരണ തിരുപ്പട്ട ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. വിശ്വാസികളുടെ വലിയൊരു ഗണമുണ്ട്. ഈ വിശ്വാസഗണത്തിൻ്റെ ആ ബലത്തിലാണ് ഈ അഭിഷേക കർമ്മം ചെയ്യുന്നത്. കുര്യാക്കോസിനെയും ജോസഫിനെയും പഠിപ്പിച്ച വലിയ അധ്യാപകര് വലിയൊരു പങ്ക് ഇവിടെയുണ്ട്. കുര്യാക്കോസ് മലബാർ സെമിനാരിയിലും ജോസഫ് കോട്ടയം സെമിനാരിയിലുമാണ് പഠിച്ചത്. നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ 2 മേജർ സെമിനാരികളാണ് ആലുവയും കോട്ടയവും. ഇതിനോട് ബന്ധപ്പെട്ട അധ്യാപകരായിട്ടുള്ള അച്ഛന്മാരെ ധാരാളം പേര് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മളുടെ ശുമാശന്മാർ കുര്യാക്കോസും ജോസഫും ഈ തിരുപ്പട്ട സ്വീകരണത്തിലൂടെ നമ്മളുടെ രൂപതയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ 2 പേരെ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.